ഇത്തവണത്തെ ഏകദിന വനിതാ ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷിനെ ഗംഭീര സ്വീകരണമൊരുക്കി നൽകിയിരിക്കുകയാണ് ബംഗാൾ സർക്കാർ. കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ബംഗഭൂഷൺ പുരസ്കാരവും പോലീസിൽ DSP ആയി ജോലിയും ഒരു സ്വർണ്ണമാലയുമാണ് ബംഗാൾ സർക്കാർ റിച്ചയ്ക്ക് നൽകിയത്. ലോകകപ്പിൻ്റെ ഫൈനലിൽ റിച്ച നേടിയ ഓരോ റണ്ണിനും 1 ലക്ഷം വെച്ച് 34 ലക്ഷം രൂപ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷനും റിച്ച ഘോഷിന് കൈമാറി. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആദ്യ ലോകകപ്പ് ജേതാവ് എന്നൊരു നേട്ടവും റിച്ച ഘോഷ് സ്വന്തമാക്കിയിരുന്നു. നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ദാതയെന്ന് അറിയപ്പെടുന്ന ഇതിഹാസ താരം സൗരവ് ഗാംഗുലി 2003 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിയിരുന്നു എങ്കിലും ഓസ്ട്രേലിയയോട് തോക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ 7ാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ റിച്ച ഘോഷ് 24 പന്തുകളിൽ 34 റൺസാണ് അടിച്ചെടുത്തത്. സ്വർണം കൊണ്ടുള്ള ബാറ്റും പന്തും കൂടെ റിച്ചയ്ക്ക് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ സമ്മാനിച്ചു. DSP ആയുള്ള നിയമന ഉത്തരവും മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് റിച്ച ഘോഷിന് കൈമാറിയത്. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ മുഹമ്മദ് സിറാജ്, ദീപ്തി ശർമ്മ എന്നിവർ DSPമാരാണ്. റിച്ച ഘോഷ് ബംഗാളിൻ്റെ അഭിമാനം ഉയർത്തിയെന്ന് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി പ്രതികരിച്ചു. റിച്ച ഇനിയും മികച്ച പ്രകടനങ്ങൾ നടത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ അവർ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായി കളിക്കുമെന്നും സൗരവ് ഗാംഗുലി പറഞ്ഞു. 22 വയസ്സുകാരിയായ റിച്ച ബംഗാളിലെ സിലിഗുരി സ്വദേശിയാണ്. തൻ്റെ പവർഫുൾ ഷോട്ടുകളുമായി ലോകകപ്പിൽ തിളങ്ങിയ റിച്ച 8 ഇന്നിങ്സുകളിൽ നിന്നായി 235 റൺസാണ് അടിച്ചെടുത്തത്. 2025 ICC വനിതാ ലോകകപ്പിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പവർ ഹിറ്ററായ റിച്ച ഘോഷ് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. റിച്ചയുടെ ഉയർന്ന സ്കോർ 94 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് 134.59 ആണ്. ഫൈനലിൽ 24 പന്തിൽ നിന്ന് 2 സിക്സറുകളുടെ സഹായത്തോടെയാണ് 34 റൺസ് അടിച്ചത്. ടൂർണമെൻറ്റിൽ ഇതുവരെ 21 ഫോറുകളും 12 സിക്സറുകളുമാണ് റിച്ച ഘോഷ് അടിച്ചത്. അതോടെ 2025 ICC വനിതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ബാറ്ററായും റിച്ച മാറി. നേരത്തെ ഈ റെക്കോർഡ് 10 സിക്സറുകൾ നേടിയ ദക്ഷിണാഫ്രിക്കയുടെ നദീൻ ഡി ക്ലർക്കിൻ്റെ പേരിലായിരുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് അടിത്തറ പാകിയത് ജൂലൻ ഗോസ്വാമിയെപ്പോലുള്ള മുൻഗാമികളാണെന്നും ICC കിരീടത്തിനായുള്ള ഇന്ത്യയുടെ ദീർഘകാല കാത്തിരിപ്പ് ഒടുവിൽ അവസാനിപ്പിച്ചത് റിച്ച ഘോഷാണെന്നും മമതാ ബാനർജി പറഞ്ഞു. റിച്ച എല്ലാ പ്രശംസയും അർഹിക്കുന്നു എങ്കിലും അവരുടെ മേൽ അധികം സമ്മർദ്ദം ചെലുത്താതിരിക്കേണ്ടതും ഒരുപോലെ പ്രധാനമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പരിശീലകൻ, ടീം അംഗങ്ങൾ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എല്ലാ കളിക്കാരുടെയും മാതാപിതാക്കൾ എന്നിവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മമതാ ബാനർജി പറഞ്ഞു. റിച്ച ഘോഷ് തൻ്റെ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. നമ്മുടെ പെൺകുട്ടികൾ എപ്പോഴും ഒന്നാമതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബംഗാളിലെ പെൺകുട്ടികൾ ഫുട്ബോൾ, നീന്തൽ, അമ്പെയ്ത്ത് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഒളിമ്പിക് മെഡൽ കൊണ്ടുവരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. റിച്ച ഘോഷിൽ നിന്ന് മികച്ച കാര്യങ്ങൾ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞങ്ങൾ അവരുടെ മേൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ ഇന്ത്യൻ ടീമിലെ പവർ ഹീറ്റർ എന്ന പേരിലാണ് റിച്ച ഘോഷ് അറിയപ്പെടുന്നത്. വലിയ ഷോട്ടുകൾ കളിക്കുന്ന ഓപ്പണർ ഷെഫാലി വർമ്മ ടീമിൽ തിരികെ എത്തിയെങ്കിലും റിച്ച ഘോഷ് തന്നെയാണ് രക്ഷകയുടെ റോളിൽ ഉള്ളത്. മധ്യനിരയിലും പലപ്പോഴും ടീം പതറുന്ന അവസരങ്ങളിലും റിച്ചയുടെ പവർ ഹിറ്റിംഗ് ഇന്ത്യൻ ടീമിനെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്.